നല്ലൊരു ബ്യൂട്ടിഫുൾ റീസ്റ്റോക്ഡ് കളക്ഷനാണ് കാണാൻ പോവുക. ഞാനത് ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഓർഡർ ചെയ്തത്. ബൈ മിസ്റ്റേക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഈ ഐറ്റം വന്നിരിക്കുന്നത്. ഇതിൻ്റെ റീസ്റ്റോക്ക് വരുന്നുണ്ട്, ബട്ട് കുറച്ച് ടൈം എടുക്കും റീസ്റ്റോക്ക് വീണ്ടും വരാനായിട്ട്. അപ്പം വളരെ ലിമിറ്റഡ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടുണ്ട്. വളരെ ഹെവി വർക്ക് ആണ്, അതും നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട്. സെൽഫ് ടോണിൽ ആണ് ഇതിലെ വർക്കൊക്കെ പോയേക്കുന്നത്. നല്ല ഹെവിയാണ്. ഫാബ്രിക്കും അതെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കാണ്. ഒരു സിൽക്കും ഒരു ഷിമ്മർ ബേസും ഒക്കെ ബ്ലെൻഡാണ്. ഇതിലൊരു ചെറിയ ടൂ ടോണൊക്കെ വരുന്നുണ്ട്. നോക്കാം. സോ ഇപ്പം വർക്ക് കാണുമ്പോൾ കണ്ടോ, ഫെമിലിയർ ആണോ? നല്ല ഹെവി വർക്കാണ് ഇതിൽ യൂസ് ചെയ്തതിന്. ദാമനൊക്കെ കണ്ടോ, നല്ല ഹെവി ആയിട്ടാണ് യൂസ് ചെയ്തേക്കുക. സെൽഫ് ടോൺ, ഇതിലൊരു പ്രീമിയം കൈൻഡ് ഓഫ് എന്താ പറയുക സ്റ്റോൺ വർക്ക് പോയിട്ടുണ്ട്. യോക്കിലും നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട്. അപ്പം ഇതേപോലെ വരും. അതിൻ്റെ ടോപ്പിൻ്റെ യോക്ക് പോർഷൻ വന്നിട്ട് ഒരു ടൂ ടോൺ ആണ്. ചെറിയ ആൻറ്റിക്കിൻ്റെ ബ്ലെൻഡും ഉണ്ട്. ദുപ്പട്ടയിലും സെൽഫ് ടോൺ തന്നെ നല്ല ഹെവി വർക്ക് ഉണ്ട്. അതിലും ആ സെയിം കൈൻഡ് ഓഫ് സ്റ്റോൺസ്, ആ ബേസ് കളറിൻ്റെ ഡാർക്ക് സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുക. സ്റ്റോൺ വർക്കും പോയിട്ടുണ്ട്. ബോട്ടവും ടോപ്പിൻ്റെ അതേ ഫാബ്രിക് ആണ്. അപ്പം ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്ലോയി ആയിട്ട് ലൂസായിട്ട് നല്ല ലൂസായിട്ട് കിടക്കുന്ന ടൈപ്പ് ബോട്ടോ ഒക്കെ തയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഇങ്ങനത്തെ ഫാബ്രിക് തന്നെ ആയതുകൊണ്ട്. സോ അപ്പോൾ ഇതാണ് ലുക്ക്. സോ അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. വീഡിയോയിൽ ഒരു സ്റ്റെപ്പും കൂടി താന്നിരിക്കുന്ന പോലത്തെ ഒരു ഇച്ചിരൂടെ പീസിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനേക്കാളും ഒരു ഇച്ചിരൂടെ ഡാർക്കായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് നേരിട്ട്. നല്ല ഷെയ്ഡ്സ് ആണ്. ഓൾറെഡി നമ്മൾ കൊണ്ടുവന്ന ആ സെയിം കളർ ടോൺ തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ല. ഡിസൈനും അതേ, കളേഴ്സും അതെല്ലാം റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് സെയിം ആണ്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുക. എല്ലാത്തിലും ഒരു ആൻറ്റിക് കളറിൻ്റെ ബ്ലെൻഡ് വരുന്നുണ്ട്. പിന്നെ ഇതുണ്ട്, ബോട്ടവും സെയിം ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഇപ്പം ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇപ്പോഴത്തെ സ്റ്റൈലുണ്ട് ചിക്കൻ കറിയിൽ, അതായത് യോക്ക് മാത്രം ലൈൻ വെച്ചിട്ട് ബാക്കി ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ടൈപ്പ് ഡിസൈൻസ് ചെയ്യാം. അതിൻ്റെ ബോട്ടവും ടോപ്പിൻ്റെ അതേ ഫാബ്രിക് തന്നെ കൊടുത്തേക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഡിഫറെൻറ്റ് ലുക്ക് വരും. ഇതാണ് ഓവറോൾ ആയിട്ടുള്ള ലുക്ക്. സോ ഇതാണ് അടുത്ത ഷെയ്ഡ്. ബ്യൂട്ടിഫുൾ ഒരു ഗോൾഡൻ യെല്ലോ കളർ ഷെയ്ഡിൽ ഇതുണ്ട്. ഹെവി സെൽഫ് ടോൺ വർക്ക് തന്നെയാണ്. അതിൻ്റെ ദാമൻ നല്ല ഹെവിയാണ് യൂസ് ചെയ്തേക്കുക. എന്നാൽ ഓവർ പ്രൈസ് ഒന്നുമില്ല. ഒരു കൈൻഡ് ഓഫ് ഫ്ലോയി ആയിട്ട് കിടക്കും. സിൽക്കിൻ്റെയും ഒരു ഷിമ്മറിൻ്റെയും കൂടെ ബ്ലെൻഡ് ആണ് ഫാബ്രിക്. 1295 പ്രൈസ് റേഞ്ചാണ്. 1295 പ്രൈസ് റേഞ്ചിലാണ് നമ്മളൊരു ബ്യൂട്ടിഫുൾ സെറ്റ് കൊണ്ടുവന്നേക്കുന്നത്. ഇതാണ് ദുപ്പട്ട വന്നേക്കുക. ദുപ്പട്ടയിലും ആ ഒരു പ്രീമിയം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ആ വർക്കിനകത്തോടെ എല്ലാം ആ പ്രീമിയം നോർമൽ സ്റ്റോൺ അല്ല, കാണുമ്പോൾ തന്നെ അറിയത്തില്ല. ആ ബേസ് കളറിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു ടൈപ്പ് ഓഫ് കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈപ്പ് സ്റ്റോൺസ് ആണ് അതിൽ സ്റ്റിക്ക് ചെയ്തേക്കുന്നത്. ടോപ്പിൻ്റെ അതേ ഫാബ്രിക്കിൽ തന്നെ ബോട്ടോ. എല്ലാത്തിലും ആൻറ്റിക് അല്ലെങ്കിൽ അതിൻ്റെ കളറിൻ്റെ ബേസ് ചെയ്ത് ഒന്നെങ്കിൽ ഒരു സിൽവർ ഹൈലൈഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആൻറ്റിക് ബ്ലെൻഡ് വരുന്നുണ്ട്. ലുക്ക്. സോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഈ കളർ എപ്പോഴും വീഡിയോയിൽ വരുമ്പം ഫുൾ കൺഫ്യൂഷനാണ്. ബ്ലൂ ആണോ ഗ്രീൻ ആണെന്ന്. ഭയങ്കര ബ്ലൂ ഹൈലൈറ്റഡ് ആയിരിക്കും. നേരിട്ട് വരുമ്പം ഗ്രീൻ ആണെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഒരു ലൈറ്റ് ടോക്യസ് ഗ്രീൻ ആണെന്ന് തോന്നുന്നു കളർ. അതിൻ്റെ അത് ചെറിയ ബ്ലൂവിൻ്റെ മിക്സ് ഉണ്ടെങ്കിലും ഗ്രീൻ ആണ് ഹൈലൈറ്റഡ് ആയിട്ട് വന്നേക്കുക. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്. നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഒഴുകിയൊന്നും പോകില്ല, എന്നാൽ ഗ്രാൻഡ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ്. 1295 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.